മൃതദേഹം സംസ്കരിക്കാൻ ഭൂമി ഏറ്റെടുത്തതിന് ചെലവായ തുക അറിയിക്കാനും സർക്കാരിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശ്യാം ദേവരാജ് നൽകും വിവരങ്ങൾ. ശ്യാം, നിർണായകമായൊരു ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഈ ദുരന്തമുണ്ടായി ഇത്രയധികം സമയം കഴിഞ്ഞിട്ടും, മാസങ്ങൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് സഹായം നൽകിയില്ല എന്നത് തന്നെയാണ് കോടതി ചോദിക്കുന്നത്. ഇക്കാര്യത്തിൽ എന്താണ് നിലപാട്? അതായത് സഹായം നൽകുമോ ഇല്ലയോ അതെങ്കിലും വ്യക്തമാക്കണം എന്നല്ലേ കോടതി ഉദ്ദേശിച്ചത്? വിനിത വേണു, ഏറ്റവും സുപ്രധാനമായ കാര്യം, മുണ്ടക്കൈ ചൂരൽമല ദുരന്തം സംഭവിച്ചിട്ട് 3 മാസങ്ങൾ പിന്നിടുന്നു. അതിനിപ്പുറവും കേന്ദ്രത്തിൽ നിന്ന് 1 രൂപ പോലും സംസ്ഥാനത്തിന് സഹായമായി ലഭിച്ചില്ല, ആശ്വാസമായി ലഭിച്ചിട്ടില്ല. ഇക്കാര്യം അമിക്കസ് ക്യൂറി, കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി രഞ്ജിത്ത് തമ്പാനാണ്, മുതിർന്ന അഭിഭാഷകൻ രഞ്ജിത്ത് തമ്പാനാണ് ഹൈക്കോടതിയെ അറിയിച്ചത്, ഡിവിഷൻ ബെഞ്ചിനെ അറിയിച്ചത്. ഈ ഘട്ടത്തിലാണ് ഹൈക്കോടതി ഇതിൽ ഇടപെടുകയും ചെയ്യുന്നത്. പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 1 രൂപ പോലും കേരളത്തിന് സഹായമായി ലഭിച്ചില്ല എന്നാണ് അമിക്കസ് ക്യൂറി രഞ്ജിത്ത് തമ്പാൻ ഹൈക്കോടതിയെ അറിയിച്ചത്. അതേസമയം അയൽ സംസ്ഥാനങ്ങളായ കർണാടകയ്ക്കും തമിഴ്നാടിനും പ്രകൃതി ദുരന്തത്തിന്റെ ആശ്വാസമായി ഉടൻ തന്നെ കേന്ദ്രത്തിന്റെ ഫണ്ട് ലഭിച്ചുവെന്നും അമിക്കസ് ക്യൂറി അറിയിക്കുന്നു. തുടർന്നാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ വരുന്നത്. ആ ഇടപെടലിൽ കേരളത്തിന് ദുരിതാശ്വാസ സഹായം നൽകുന്നതിൽ കേന്ദ്ര സർക്കാർ നിലപാട് അറിയിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. 2 ആഴ്ചയ്ക്കകം ഈ നിലപാട് അറിയിക്കണം എന്നാണ് ഹൈക്കോടതി നൽകിയ നിർദ്ദേശം. കേന്ദ്ര സർക്കാരിന് നൽകിയ നിർദ്ദേശം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം, എന്ത് നടപടികൾ സ്വീകരിച്ചുവെന്ന് അറിയിക്കണം എന്നും ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. മാത്രമല്ല ശ്യാം, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും വിവാദമായത് ഇതിലെ കണക്കുകൾ സംബന്ധിച്ച കാര്യങ്ങളാണ്. മൃതദേഹം ദഹിപ്പിക്കുന്നതിൽ ഉൾപ്പെടെ വന്ന കണക്കുകൾ, അത് വലിയ ചർച്ചയായിരുന്നു. ഇത് പെരുപ്പിച്ചു കാണിച്ചു എന്നൊക്കെ സർക്കാർ പറയുമ്പോഴും അതിന്റെ മാനദണ്ഡം എന്താണ് എന്ന് കൂടിയാണ് സംസ്ഥാന സർക്കാരിനോട് ഇന്നിപ്പോൾ കോടതി ചോദിച്ചത്. അങ്ങനെയാണ് ഈ കേന്ദ്ര സർക്കാർ മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഒരു മെമ്മോറാണ്ടം കേന്ദ്ര സർക്കാരിന് നൽകിയിരുന്നു. ആ കേന്ദ്ര സർക്കാരിന് നൽകുമ്പോൾ ആ മെമ്മോറാണ്ടത്തിൽ ഒരു മൃതദേഹം സംസ്കരിക്കാൻ ഏതാണ്ട് 75,000 രൂപ വരെ ചിലവ് വരും എന്ന കാര്യമാണ് വ്യക്തമാക്കിയിരുന്നത്. അത് അത്തരമൊരു എസ്റ്റിമേറ്റ് നൽകിയത് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് ചോദിക്കുന്നത്. അക്കാര്യത്തിൽ വിശദീകരണം നൽകാനാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. മൃതദേഹങ്ങൾ സംസ്കരിച്ചതിന്റെ ചെലവ് കണക്കുകൾ സർക്കാർ ഹാജരാക്കണമെന്ന നിർദ്ദേശവും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. മൃതദേഹം സംസ്കരിക്കാൻ ഭൂമി ഏറ്റെടുത്തിരുന്നു, ഹാരിസൺ മലയാളം പ്ലാന്റേഷനിൽ ഭൂമി ഏറ്റെടുത്തിരുന്നു. ഇതിന് എത്ര രൂപ ചെലവായി, എത്ര തുക ചെലവായി, അതിന്റെ കണക്കുകളും അറിയിക്കണമെന്ന കാര്യവും കൂടി സംസ്ഥാന സർക്കാരിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളിലുമാണ് ഒന്നാമത്തെ ഐറ്റമായി ഈ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നത്. അടുത്ത വെള്ളിയാഴ്ച പരിഗണിക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാർ ഈ വിശദീകരണം നൽകേണ്ടത്. കേന്ദ്ര സർക്കാർ അതിനടുത്ത വെള്ളിയാഴ്ചയും ഹൈക്കോടതിയിൽ മറുപടി നൽകണം. ശരി, ശ്യാം ദേവരാജ് ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും പുനരധിവാസം തന്നെ എങ്ങനെ പൂർത്തിയാക്കുമെന്ന് സർക്കാർ ആശങ്കപ്പെടുമ്പോഴാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് ഇക്കാര്യത്തിൽ എന്താണ് എന്ന ചോദ്യം ഹൈക്കോടതി ചോദിക്കുന്നത്. ഇതിൽ നിലപാട് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയും വേണം. അതിനുള്ള സമയമാണ് ഇപ്പോൾ കോടതി അനുവദിച്ചിരിക്കുന്നത്. നമുക്ക്